തൈറോയിഡിന് എന്തെങ്കിലും ഒരു രോഗം വന്നിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് തൈറോക്സിൻ പോലെയുള്ള മരുന്നുകൾ, ഹോർമോണൽ മരുന്നുകൾ കഴിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഒരുപക്ഷെ രാത്രി കാലങ്ങളിൽ വളരെ സുഖമായിട്ടുള്ള ഉറക്കം കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം റെസ്റ്റിംഗ് മെറ്റബോളിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള T2 അവിടെ ഉണ്ടാവുന്നേ ഇല്ല. ക്രിസ്റ്റാൾസിസിനെ കൂടുതലാക്കുന്ന ഒരു സാധനമാണ് തൈറോയിഡ് ഹോർമോൺ. അപ്പോ ഈ ഹോർമോണിന്റെ അളവ് കൂടുമ്പോൾ എന്ത് ചെയ്യും? മൂവ്മെന്റ് കൂടും. അതുകൊണ്ട് തന്നെ അബ്സോർപ്ഷൻ ഒരുപക്ഷെ ശരിയായിട്ട് നടക്കില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വെയിറ്റ് കുറയും. അതുപോലെ തന്നെ അവരിലേക്ക് ന്യൂട്രിയൻസ് വേണ്ടത്ര അളവിൽ എത്തില്ലെങ്കിൽ ചിലപ്പോൾ ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് പ്രോബ്ലംസ് ഇടയ്ക്കിടയ്ക്ക് വരും. ഇതിനു വേണ്ടിയിട്ട് ഹേർട്ട് ബീറ്റ് കൂടേണ്ടി വരും. പോരാത്തതിന് മോഷൻ കൂടുതലായിരിക്കും. ബൈക്കോ അല്ലെങ്കിൽ കാറോ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആക്സലറേഷൻ ആയിട്ട് നമുക്ക് ഈ ഹോർമോണിന് പറയാൻ പറ്റുമെങ്കിൽ ആക്സലറേഷൻ വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ സ്പീഡ് മൊത്തത്തിലൊന്ന് കുറയും. അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യണമെന്ന് വിചാരിച്ച പണി രാവിലെ മുതൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചു വെച്ചിട്ടുണ്ടാവും. പക്ഷേ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു കുറ്റബോധത്തോട് കൂടിയിട്ട് നമ്മൾ രാത്രി കിടന്നുറങ്ങാൻ പോകും. സോൾവിങ് TFT എന്നല്ല ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഈ TFT എന്ന് പറയുന്നത് തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ആണ്. തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റിൽ സാധാരണഗതിയിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ TSH, T4, T3 ഇതാണ്. പക്ഷെ ഇത് മാത്രമല്ല നമ്മുടെ തൈറോയിഡ് ടെസ്റ്റ്. ഒരുപക്ഷെ ഇതല്ല നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്. എല്ലാ ശരീരകോശങ്ങളുടെയും ഒരുപക്ഷെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന, ഈവൻ ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വാഹനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആക്സിലറേറ്റർ പോലെ വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് തൈറോയിഡ് ഗ്ലാൻഡ്, അല്ലെങ്കിൽ അത് ഉത്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ എന്ന് പറയേണ്ടി വരും. മെറ്റബോളിസം ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് തൈറോയിഡിന്റെ പ്രവർത്തനം. അപ്പോൾ ചെറിയൊരു വാക്ക് ഏറ്റവും കൂടുതലായിട്ട് പറയുന്നുണ്ടെങ്കിലും പക്ഷെ മെറ്റബോളിസം ആണ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് എല്ലാം തീർന്നു അതില്, ഉപാപചയം. പക്ഷെ ഈ ഉപാപചയത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ ആ ഒരു സ്ലൈഡിലേക്ക് വരുമ്പോൾ അതിനെ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും. നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം സ്പ്ലിറ്റ് ചെയ്യാം, എന്നിട്ട് അതിനെ ഒരുപക്ഷെ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീനെ പിന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അമിനോ ആസിഡ്, കാർബോഹൈഡ്രേറ്റിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഗ്ലൂക്കോസ്, ഇങ്ങനെ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആക്കി മാറ്റിയിട്ട് ശരീരത്തിന് വേണ്ട രീതിയിൽ അതിനെ ഉപയോഗിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ചെറിയ പണിയൊന്നുമല്ല. അതിന് ഈ ഒരു വാക്കിൽ ഉപാപചയം എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു വാക്കിൽ ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ മെറ്റബോളിസം അത്ര സിമ്പിൾ ആയിട്ട് നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ ശരീരത്തിലെ വേണ്ടത്ര അളവിൽ കാൽസ്യം ഉണ്ടാവും, ശരീരം വേണ്ട രീതിയിൽ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുന്നുണ്ടാവും, അതുപോലെ തന്നെ ശ്വാസം എടുക്കുന്നുണ്ടാവും, അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റീസിലെ ഓർമ്മ വളരെ എളുപ്പത്തിൽ പറയാം. ഞാൻ ഇന്നലെ കണ്ട ഒരാളുടെ പേര് എനിക്ക് ഇന്ന് പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരുപാട് ഫങ്ഷൻസ്, കോഗ്നിറ്റീവ് എബിലിറ്റി, ഇങ്ങനെയുള്ള ഒരുപാട് ഫങ്ഷൻസ് ഈ ഒരു ഉപാപചയമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നടക്കുന്നത്. ഇതിൽ എവിടെയെങ്കിലും ലാപ്സ് വന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, ഇൻക്ലൂഡിങ് മൂഡ് സ്വിങ്സ്. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ അതിനെ ഇതെല്ലാം കൂടിയിട്ട് എഫക്ട് ചെയ്യുന്ന എവിടെയാണെന്നറിയോ? ക്ഷീണം വരും, അതിന്റെ ഒന്നിച്ച് തന്നെ മൂഡ് സ്വിങ്സ്, പെട്ടെന്ന് തന്നെ നമ്മുടെ മൂഡ് മാറി മാറി വരും. അപ്പൊ എപ്പോഴാണ് കോപം വരുന്നത് അല്ലെങ്കിൽ ഇറിറ്റേഷൻ വരുന്നത്, അതോ അല്ലെങ്കിൽ ശബ്ദം ഉയർത്തി സംസാരിക്കുന്നത്, ഇതൊന്നും നമുക്ക് ഒരു കൺട്രോളിൽ ഇല്ലാത്ത പോലെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള ഒരാളുടെ കൂടെ ജീവിക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? തൈറോയിഡ് ഉണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം തൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ട് എന്നല്ല. തൈറോയിഡ് ഗ്ലാൻഡ് എല്ലാവർക്കും ഉണ്ട്, അതെന്താ എത്ര പറയാൻ? എനിക്ക് ലിവർ ഉണ്ടെന്നാണ് പറയാറ്, അല്ല ഫാറ്റി ലിവർ ഉണ്ടെന്ന് പറയും. പക്ഷെ തൈറോയിഡിനെ സംബന്ധിച്ച് പൊതുവെ തൈറോയിഡ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും തൈറോയിഡ് ശരിയായി വർക്ക് ചെയ്യാത്ത അവസ്ഥയ്ക്കാണ് പറയുന്നത്. ഹൈപ്പോതൈറോയിഡിസം ബന്ധപ്പെട്ടിട്ടാണ് തൈറോയിഡ് പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ കുറച്ചുകൂടി ചെറുതാക്കിയിട്ട് തൈറോയിഡ് ഉണ്ട് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ അവിടെ നമുക്ക് ഒരുപക്ഷെ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നേരത്തെ മനസ്സിലാക്കാൻ പറ്റും. അതിനനുസരിച്ച് തൈറോയിഡ് ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, ആ ഗ്ലാൻഡിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ടോട്ടൽ ലൈഫ് കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ പറ്റും. നമ്മൾ ഈ ചെയ്യുന്നതിന്റെ ഒക്കെ എല്ലാം പർപ്പസ് എന്താണ്? സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളായാലും അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളായാലും കാരിയർ റിലേറ്റഡ് ആയാലും ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ ഈ ഒരു ഗ്ലാൻഡിന് നമുക്ക് എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുമെന്ന് നോക്കാം. പ്രധാനപ്പെട്ട ചില ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഇത് ശരിക്കും ഒരു പൂമ്പാറ്റയുടെ ഷേപ്പിലുള്ള ഏകദേശം ഒരു 30 ഗ്രാമിൽ താഴെ മാത്രമുള്ള ഒരു ഗ്ലാൻഡാണ് ഈ ഒരു ഗ്രന്ഥി. എന്നാൽ വലിപ്പത്തിൽ നോക്കുമ്പോൾ നല്ല വലിപ്പമുണ്ട് കേട്ടോ. 30 ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വലിപ്പത്തിൽ അത് വലിയൊരു ഗ്ലാൻഡ് തന്നെയായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇത് ശരിക്കും നമ്മുടെ ഫർണസ് ആണെന്നാണ് പറയുന്നത്. ഒരു ഫർണസ് എന്താ ചെയ്യുന്നത്? ചൂടാക്കും അല്ലെ, ശരീരത്തിന് ചൂടാക്കും. അപ്പൊ ശരീരത്തിനെ ചൂടാക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള ഹോർമോൺസ് ഇത് ഉത്പാദിപ്പിക്കും. ആ ഹോർമോൺസിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരുപക്ഷെ
അടുപ്പാണ് തൈറോയിഡ് എങ്കിൽ ഇതിന്റെ തെർമോസ്റ്റാറ്റ് അല്ലെങ്കിൽ ഇതിന്റെ ചൂട് നിയന്ത്രിക്കുന്നത് പിറ്റ്യൂട്ടറിയാണ്, തെർമോസ്റ്റാറ്റ് എന്ന് പറയാം. ഇത് രണ്ടും കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ നമ്മുടെ ശരീരത്തിന്റെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ തണുപ്പ് കാലാവസ്ഥയിലാണെങ്കിലും ചൂടുള്ള കാലാവസ്ഥയിലാണെങ്കിലും വേർക്കുക അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി രോമങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നില്ലേ തണുത്ത പ്രതലത്തില് തൊടുമ്പോൾ പോലും. അപ്പൊ അതൊക്കെ വരുന്നത് ഈ ഒരു തെർമോസ്റ്റാറ്റും അതുപോലെ തന്നെ ഫർണസും ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് ചെയ്യുന്ന ഒരു പരിപാടി. അതുപോലെ തന്നെ ശരീരത്തിൽ വളരെ കുറച്ച് മാത്രം ഉള്ള ഒരു മിനറലാണ് അയോഡിൻ, മൈക്രോ ന്യൂട്രിയന്റ് എന്ന് പറയാം. ഈ ഒരു അയോഡിന് ഏറ്റവും കൂടുതൽ സ്റ്റോർ ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഗ്ലാൻഡ് ഈ ഒരു തൈറോയിഡ് ഗ്ലാൻഡ് ആണ്. അത് തൈറോസിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കോമ്പിനേഷൻ ആയിട്ട് ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ് അത് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ഗ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ സ്വന്തമായിട്ട് വളരെ കൂടുതൽ ഹോർമോൺ ഉൽപ്പാദിപ്പിച്ച് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മുഴുവൻ ഹോർമോണും ഒരുമിച്ചങ്ങ് റിലീസ് ചെയ്തിട്ട് നമ്മുടെ ബ്ലഡിലേക്ക് വിട്ട് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അത് ടോക്സിസിറ്റിയിലേക്ക് എത്തും. തൈറോയിഡിന്റെ ടോക്സിസിറ്റിയിലേക്ക്, ആ ഹോർമോണിന്റെ ടോക്സിസിറ്റിയിലേക്ക് എത്തും. അത് ശരീരത്തിന് ചിലപ്പോൾ താങ്ങാൻ പറ്റില്ല, ഒരുപക്ഷെ മരണം വരെ സംഭവിക്കാം. അതുപോലെ ഒരു പ്രഗ്നൻസി പീരീഡിൽ ആ കുട്ടിയുടെ ശരീരത്തില് ഒരു 18 ആഴ്ച ആകുമ്പോഴേക്ക് തന്നെ അതിന്റെ സ്വന്തമായിട്ടുള്ള തൈറോയിഡ് ഗ്ലാൻഡ് വർക്ക് ചെയ്യാൻ തുടങ്ങും. ആ ഗ്ലാൻഡ് അതിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റ് മുതൽ ഈവൻ ഒരു 5 വയസ്സ് വരെയുള്ള കംപ്ലീറ്റ് ഡെവലപ്മെന്റ്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, മെന്റൽ ഗ്രോത്ത് അടക്കമുള്ളത് കൺട്രോൾ ചെയ്യുന്നത് ആ തൈറോയിഡ് ഗ്ലാൻഡ് ആണ്. പിന്നെ അതുപോലെ തൈറോയിഡ് ഡിസോർഡേഴ്സ് സാധാരണഗതിയിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇന്ന് നേരത്തെ അറിയാമെന്ന് ഞാൻ പറയാനും കാരണം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ കുറച്ചുകൂടി അതിനെ നമ്മുടെ വരുതിക്ക് നിർത്താനോ പറ്റുന്ന ഒരു രീതിയാണ് തൈറോയിഡിന് നമ്മളോടുള്ളത്. അപ്പൊ നമ്മൾ അതിനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. പാരതൈറോയിഡ് ഗ്ലാൻഡും തൈറോയിഡ് ഗ്ലാൻഡും അടുത്തടുത്താണ്. അത് ഈ കഴുത്തിന് ഇവിടെ ലാരൻസിന്റെ ബാക്കിലാണ് ഉണ്ടാവുക. ആ ഗ്ലാൻഡ് ശരിയായിട്ട്, ഈ 2 ഗ്ലാൻഡും ശരിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ അടിപൊളിയായിട്ട് എല്ലിന്റെ ശക്തിയൊക്കെ വളരെ നന്നായിട്ടുണ്ടാവും. കാരണം തൈറോയിഡ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന കാൽസിട്ടോണിനും ഇവിടെ കുറച്ച് വർക്ക് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ PTH ഹോർമോൺ, പാരാതൈറോയിഡ് ഹോർമോണിനും വർക്ക് ഉണ്ട് ബോൺ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. തൈറോയിഡിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു ഉപാപചയം. ഉപാപചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വളരെ ചാരുതയോട് കൂടിയിട്ട്, മീൻസ് അത്രയും എബിലിറ്റിയോട് കൂടിയിട്ട് അതിനെ ചെറിയ 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 പോർഷൻസ് ആക്കിയിട്ട് അതിൽ നിന്ന് വേണ്ടത് മാത്രം എടുത്ത് അതിൽ നിന്ന് ഊർജത്തിന് വേണ്ടത് മാറ്റിയെടുത്ത് അങ്ങനെ ഓരോ രീതിയിലും എല്ലാ ന്യൂട്രിയൻസും നമുക്ക് ഊർജം തരുന്നില്ലല്ലോ. അപ്പൊ ഊർജം തരാത്തവയും ഊർജം തരുന്നവയും മാറ്റി, അതുപോലെ തന്നെ നമ്മുടെ ശരീരം ഈവൻ സ്പ്ലിറ്റ് ആവില്ല. മീൻസ് ഹീമോഗ്ലോബിൻ, ഇതിനൊരു ലൈഫുണ്ട്. കോശങ്ങൾ, ഓരോ കോശത്തിനും ഒരു ലൈഫുണ്ട്. ഈ ലൈഫിനൊക്കെ അനുസരിച്ച് കോശങ്ങളെ ഡിപ്ലീഷൻ അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുക, എന്നിട്ട് അതിൽ നിന്ന് വേണ്ട കാര്യങ്ങൾ തിരിച്ചെടുക്കുക. ഹീമോഗ്ലോബിൻ ആണെങ്കിൽ അതിൽ നിന്ന് ഫെറിറ്റിൻ പോലെയുള്ളത് തിരിച്ചെടുക്കുക, എന്നിട്ട് അതിൽ നിന്ന് വീണ്ടും ആവശ്യത്തിനനുസരിച്ച് പുതിയ കോശങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് സപ്ലൈ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടക്കം വരുന്ന ഒരു വലിയ പ്രോസസ്സാണ് മെറ്റബോളിസം. അപ്പൊ ഈ മെറ്റബോളിസം എവിടെയാണ് നടക്കുന്നത്? ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും നടക്കുന്നുണ്ട് അല്ലെ? എല്ലാ കോശങ്ങളിലും നടക്കുന്നത് കൊണ്ട് തന്നെ ഇത് കാറ്റബോളിസം അതുപോലെ തന്നെ ആനബോളിസം, ഇങ്ങനെ 2 രീതിയിലാണ് അത് പൂർണ്ണമായിട്ട് വരിക. അതിന്റെ ഡീറ്റെയിലേക്കല്ല പോകുന്നത്. പക്ഷേ എല്ലാ കോശങ്ങൾക്കും ഈ തൈറോയിഡ് ഗ്ലാൻഡ് അല്ലെങ്കിൽ ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഇമ്പോർട്ടന്റ് ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇതിന്റെ ഫങ്ഷൻസ് ശരിക്കും എങ്ങനെയാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെറ്റബോളിസത്തിനനുസരിച്ചാണ് നമ്മുടെ ബോഡി ഷേപ്പ് ഉണ്ടാവുക. ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മെറ്റബോളിസം കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് കൂടുന്നതിനനുസരിച്ച് ബോഡി കുറച്ചുകൂടി ട്രിം ആൻഡ് ടോൺഡ് ആയിരിക്കും, ഓവർ വെയിറ്റ് രീതിയിലേക്ക് പോവില്ല. ഈ ട്രിം ആൻഡ് ടോൺഡ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് മാത്രമല്ല നമ്മുടെ ബോഡിയെ നിയന്ത്രിക്കുന്നത്, നമ്മുടെ ശരീരത്തിന്റെ ഷേപ്പ് കൂടിയുണ്ട് അല്ലെ? കാണാൻ എങ്ങനെയുണ്ട്? ചില ആൾക്കാരുടെ ശരീരത്തിൽ കൂടുതൽ നീർക്കെട്ട് അല്ലെങ്കിൽ വെള്ളം റീറ്റെയിൻ ചെയ്യുന്ന ഒരു എബിലിറ്റി ഉണ്ടാവും. അങ്ങനെ ആകുമ്പോൾ ശരീരം വെയിറ്റ് ഒന്നും അധികമില്ല, പക്ഷെ കാണാൻ വല്ലാതെ ഒരു ബൾക്കി ആയിട്ടുണ്ടാവും. ചില ആൾക്കാരുടെ മുഖത്തൊക്കെ എന്താ ഇങ്ങനെ ഉറങ്ങിയില്ലെന്ന് പെട്ടെന്ന് നമുക്ക് ചോദിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ആ പോളകൾ അല്ലെങ്കിൽ കണ്ണൊക്കെ തടിച്ച് കവളൊക്കെ തടിച്ച് ഒരുമാതിരി ആവും കുറെ ദിവസമായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ. ഈ ഒരു പ്രശ്നമൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിൽ ഫ്ലൂയിഡ് റിട്ടൻഷൻ വരുന്നതുകൊണ്ട് കൂടിയാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിന് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് റെസ്റ്റ് എടുക്കുക, അതുപോലെ തന്നെ വ്യായാമം ചെയ്യേണ്ട സമയത്ത് വ്യായാമം ചെയ്യുക. ഇങ്ങനെ ഒരു ആക്ടിവിറ്റി ജനറലായിട്ട് നടക്കുന്ന സമയത്ത് മെറ്റബോളിസം നോർമൽ ആയിരിക്കും. ഊർജത്തിന്റെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ഊർജത്തിന്റെ വിനിയോഗം പ്രോപ്പർ ആയിരിക്കും. ഇതിനനുസരിച്ച് മെറ്റബോളിസം, അതിനൊരു റേറ്റ് ഉണ്ട്, ആ മെറ്റബോളിക് റേറ്റ് ഒക്കെ വളരെ നോർമൽ ആയിട്ട് ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഹോർമോണൽ ബാലൻസ്
ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മൂഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈവൻ എനർജി ലെവൽ, നേരത്തെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, കോഗ്നിറ്റീവ് ക്ലാരിറ്റി, നമുക്ക് ആ ഒരു മെന്റൽ ഓരോ ഡിസിഷൻ എടുക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഓരോ കൺഫ്യൂഷൻ വരുന്ന സമയത്തും അതിൽ നിന്ന് നമുക്ക് എങ്ങനെ എത്ര പെട്ടെന്ന് ഫാസ്റ്റായി റിക്കവർ ചെയ്യാം അല്ലെങ്കിൽ ആ ഒരു ഫൈനൽ റിസൾട്ടിലേക്ക് എത്താം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? ലോജിക് ആൻഡ് റീസണിങ് ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ ഇതിനു വേണ്ടിയിട്ടും ഒക്കെ നമ്മുടെ ഈ ഒരു ഗ്ലാൻഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു T3 എന്ന് പറയുന്ന ഹോർമോണിന്റെ സഹായത്തോട് കൂടിയിട്ടാണ്. T3 എന്ന് പറയുന്നത് ട്രൈ അയഡോ തൈറോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ്. 3 അയോഡിൻ ഉണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് ആക്റ്റീവ് ഫോമിലേക്ക് വരുമ്പോൾ T3 സാധാരണഗതിയിൽ നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് വളരെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. T4 അത് കൺവേർട്ട് ചെയ്തിട്ട് ലിവറിൽ വെച്ചൊക്കെയാണ് അത് T3യിലേക്ക് മാറുന്നത്. അങ്ങനെ മാറിയിട്ട് പിന്നെ ഇത് ആക്റ്റീവ് ഫോമിലേക്ക് മാറുമ്പോഴാണ് ശരിക്കും അതിന്റെ ഫംഗ്ഷൻ തുടങ്ങുക. ബയോ ആക്റ്റീവ് ഫോം എന്ന് പലപ്പോഴും ഞാൻ പല സെഷനിലും സംസാരിച്ചിട്ടുണ്ട്. ഈ ബയോ ആക്റ്റീവ് ഫോമിലാവുമ്പോഴാണ് ഇതിനൊക്കെ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അത് ഓരോ കോശത്തിനും വേണ്ട രീതിയിൽ അതിന്റെ പ്രവൃത്തി കഴിയും. ഈവൻ കാൽസിറ്റോണിൻ എന്ന് പറഞ്ഞ ഒരു ഹോർമോണിനെ പറ്റി സംസാരിച്ചു. ഇതും കാൽസ്യം റെഗുലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലുകളിലെ കാൽസ്യത്തിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡിൽ റീറ്റെയിൻ ചെയ്യേണ്ട കാൽസ്യത്തിന്റെയും ഒരു ലെവലുണ്ട്. ഈ ലെവലൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ബ്ലഡിൽ എന്തിനാ കാൽസ്യം? നമ്മുടെ ഹേർട്ട് പമ്പിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹേർട്ട് മസിൽസിന് വേണ്ടിയിട്ടൊക്കെ കാൽസ്യം വളരെ അത്യാവശ്യമാണ്. ഓക്കെ, സോ ഇതിന്റെ ഫങ്ഷൻസ് ഒക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈപ്പോതലമസ് ആണ് മാസ്റ്റർ കൺട്രോളർ. ഈ ഹൈപ്പോതലാമസ് ബ്രെയിനിനകത്താണ് മെസ്സേജ് കൊടുക്കുന്നത്. TRH എന്ന് പറയുന്ന ഒരു ഹോർമോണിന്റെ വഴിയാണ്. തൈറോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ എന്നാണ് അതിന്റെ പേര്. ഈ TRH ഹോർമോൺ അത് പിറ്റ്യൂട്ടറിയോട് പറയും TSH ഹോർമോൺ റിലീസ് ചെയ്യാൻ, തൈറോയിഡ് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ. ഈ TSH എന്ത് ചെയ്യും? തൈറോയിഡ് ഗ്ലാൻഡിലേക്ക് പോകും, എന്നിട്ട് അവിടുന്ന് T4 എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാക്കണം. പക്ഷെ ഇത് നേരിട്ട് T4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, T എന്ന് പറയുന്നത് തൈറോസിൻ എന്ന് പറയുന്നതും അതുപോലെ തന്നെ 4 എന്ന് പറയുന്നത് അയഡിൻ എന്നുള്ളതിന്റെയും എത്ര അയഡിൻ ഉണ്ട് എന്നുള്ളതും കാണിക്കുന്നതാണ്. അപ്പൊ T4 നേരിട്ട് കണ്ടാവുകയാണ് ചെയ്യുക, അല്ല T0, T1, T2, T3, T4 ഒക്കെ ഉണ്ട്. പക്ഷെ ഇതില് ഈ T0, T1 പ്രത്യേകിച്ച് റോളൊന്നുമില്ല. T2 കുറച്ച് റോളുണ്ട്, T3 റോളുണ്ട്, T4 റോളുണ്ട്. അപ്പൊ ഇത് എല്ലാം ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റേജിലേക്ക് പോവുകയാണെങ്കിൽ, എല്ലാം T3 അല്ലെങ്കിൽ T2 റോളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ശരീരത്തിന് അത് അത്രമാത്രം ഗുണകരമായിരിക്കില്ല. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ലോലി ആണ് പ്രൊഡ്യൂസ് ചെയ്യുക ആൻഡ് സ്ലോലി ആണ് കൺവേർട്ട് ചെയ്യുക, T3യിലേക്ക് കൺവേർട്ട് ചെയ്യും. T2 എന്ന് പറയുന്നത് നമ്മുടെ റെസ്റ്റിംഗ്, നമ്മൾ ഉറക്കത്തിൽ പോലും നമ്മുടെ മെറ്റബോളിസം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു നമ്മളോട് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനോട് പറയുന്നത് ഈ T2 എന്ന് പറയുന്ന ഒരു ഹോർമോണാണ്. അപ്പൊ ഇത് ഒരു പക്ഷെ നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തൈറോയിഡിന് എന്തെങ്കിലും ഒരു രോഗം വന്നിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് തൈറോക്സിൻ പോലെയുള്ള മരുന്നുകൾ, ഹോർമോണൽ മരുന്നുകൾ കഴിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഒരു പക്ഷേ രാത്രി കാലങ്ങളിൽ വളരെ സുഖമായിട്ടുള്ള ഉറക്കം കിട്ടാൻ സാധ്യത കുറവാണ്. കാരണം റെസ്റ്റിംഗ് മെറ്റബോളിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള T2 അവിടെ ഉണ്ടാവുന്നേ ഇല്ല. ഓക്കെ, സോ T4 ഹോർമോൺ ആണ് ഓൾമോസ്റ്റ് 90% തൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ടാക്കുന്നത്. ഈ T4 ഓൾമോസ്റ്റ് 7% ഉണ്ടാക്കുന്നത് T3 ആണ്. പിന്നെയുള്ള ഒരു 3% കാൽസിറ്റോണിനും T2 ഇതുപോലെയുള്ള മറ്റ് ബൈ പ്രൊഡക്ട്സിലേക്കാണ് പോകുന്നത്. എനിവേ, ഈ T4 90% ഉണ്ടാക്കുന്നതും ആരാണ് പിന്നെ കൺവേർട്ട് ചെയ്യുന്നത്? കുറെ ലിവറിൽ വെച്ച്, ഓൾമോസ്റ്റ് 80% ലിവറിൽ വെച്ച് കൺവേർട്ട് ചെയ്യും. പിന്നെ കുറെ കൺവേർട്ട് ചെയ്യുന്നത് നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട്, ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയയുടെ ഒക്കെ സഹായത്തോട് കൂടിയിട്ടും ആണ് അത് കൺവേർട്ട് ആവുന്നത്. അതുപോലെ തന്നെ ഹേർട്ട്, ബ്രെയിൻ, ഇതുപോലെയുള്ള കിഡ്നി, ഇതുപോലെയുള്ള പല സ്ഥലങ്ങളിലും കുറച്ചൊക്കെ കൺവേർഷൻ നടക്കുന്നുണ്ട്. അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കെമിക്കൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഡീഅയോഡിനേസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ്. അയഡിൻ റിമൂവ് ചെയ്യുന്ന സാധനം, അത്രേ ഉള്ളൂ. അതിനങ്ങനെ മനസ്സിലാക്കിയാൽ മതി, ഒരു എൻസൈമാണ്. ഈ ഒരു കോമ്പിനേഷൻ നമ്മുടെ ഹൈപ്പോതലാമസിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് എത്ര T3 വേണം എന്ന് മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള എൻസൈം ഉണ്ടാക്കും. അങ്ങനെ ആ എൻസൈം ഒക്കെ കൂടിയിട്ട് വളരെ സ്മൂത്ത് ആയിട്ട് ഒരു ദിവസം വേണ്ടത് അതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഒരുമിച്ചുണ്ടാക്കാതെ T3യിലേക്ക് സ്ലോലി ആവശ്യത്തിനനുസരിച്ച് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ഇതിന്റെ ഒരു പ്രക്രിയ. ഈ കൺവേർഷനിടയിൽ കുറച്ചൊക്കെ വേറെ ഒരു T3യുടെ റിവേഴ്സ് T3 എന്ന് പറയുന്ന ഒരു ഫോർമേഷൻ ഉണ്ട്, അതിലേക്കൊക്കെ മാറുന്നുണ്ടാവും. പക്ഷെ അതിന്റെ ഒന്നും ഒത്തിരി അങ്ങ് നമുക്ക് മനസ്സിലാക്കേണ്ടതില്ല. പക്ഷെ ഇവിടെ അറിയേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, നമുക്കിപ്പോൾ T3 വേണ്ടത്ര അളവിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശരീരത്തിനകത്ത് ആക്ടിവിറ്റിക്ക് അനുസരിച്ചിട്ട് വേണ്ടത്ര T3 ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് വേണം? ഇനി ഉണ്ടാക്കണ്ട എന്നുള്ള മെസ്സേജ് കൊടുക്കണം, അല്ലെ? ഇതിന് ഹൈപ്പോതലാമസിലേക്ക് സിഗ്നൽ പോകും. അപ്പോൾ ഹൈപ്പോതലാമസ് തൈറോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോണിന്റെ അളവ് കുറക്കും, എന്നിട്ട് അത്
TSHന്റെ അളവ് കുറക്കാൻ പിറ്റ്യൂട്ടറിയോട് പറയും. അങ്ങനെ പിറ്റ്യൂട്ടറി TSHന്റെ അളവ് കുറക്കുമ്പോൾ നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് T4 കൂടുതൽ ഉണ്ടാക്കുന്നത് ഇല്ല. അതുപോലെ തന്നെ T3യുടെ അളവും കുറയും. ഇങ്ങനെ ഒരു എന്താ ഫീഡ്ബാക്ക് മെക്കാനിസത്തോട് കൂടിയിട്ടാണ് ഇത് പൊതുവെ വർക്ക് ചെയ്യുക. ഓക്കെ, സോ ഈ ഒരു ഫംഗ്ഷൻ നോർമൽ ആയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നത് യു തൈറോയിഡ് അല്ലെങ്കിൽ നോർമൽ ഫംഗ്ഷനിങ് തൈറോയിഡ് എന്നാണ്. എന്നാൽ അതേ സമയത്ത് ചില കണ്ടീഷൻസിൽ തൈറോയിഡ് ഗ്ലാൻഡ് വേണ്ടത്ര അളവിൽ T4 ഉണ്ടാക്കാതിരിക്കാം, അല്ലെങ്കിൽ വേണ്ടത്ര അളവിൽ T3 ഉണ്ടാവാതിരിക്കാം. കൺവേർഷൻ നടന്നിട്ട് T3 ആ സമയത്ത് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറിയോട് പറയും കൂടുതൽ TSH ഉണ്ടാക്കാൻ. അങ്ങനെ TSHന്റെ അളവ് കൂടുതലും T3 T4ന്റെ അളവ് കുറഞ്ഞും കാണപ്പെടും. ഈ ഒരു അവസ്ഥയിൽ അണ്ടർ ആക്റ്റീവ് തൈറോയിഡ് എന്ന് പറയും, അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയും. അതുപോലെ തന്നെ നമുക്ക് വേണ്ടതിലധികം തൈറോയിഡ് ഹോർമോൺസ് ഓൾറെഡി T4 T3 ഹോർമോൺസ് ഉണ്ടെങ്കിൽ അപ്പോൾ ശരീരം നേരെ റിവേഴ്സ് ആയിട്ടായിരിക്കും പറയാം. അപ്പൊ TSHന്റെ അളവ് കുറക്കും. അങ്ങനെ ഓവർ ആക്റ്റീവ് തൈറോയിഡ് ആണെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം എന്നും പറയും. ഓക്കെ, സോ ഇവിടെ ഇതിനനുസരിച്ച് തന്നെ പലതരത്തിലുള്ള സിഗ്നൽസ് അല്ലെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള സിംറ്റംസ് കാണാം. ഇത് നമ്മുടെ ശരീരത്തിനകത്ത് സാധാരണഗതിയിൽ കൺഫ്യൂസിങ് ആണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിംറ്റം ഇതിന് മാത്രമല്ല, നമുക്ക് സാധാരണ ലൈഫിൽ ചിലപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടാവും. അതുകൊണ്ട് നമ്മൾ എന്ത് പറയും, ചെറുപ്പം മുതലേ അവൻ അങ്ങനെയാണ്, അവന് തണുപ്പ് ഒട്ടും സഹിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവൻ ചെറുപ്പം മുതലേ തടി കൂടി വരുന്ന, അല്ലെങ്കിൽ എന്ത് കഴിച്ചാലും തടി കൂടുന്ന ഒരു എന്ത് കഴിച്ചില്ലെങ്കിലും തടി കൂടും എന്നും, അല്ലെങ്കിൽ ചില ആൾക്കാരോട് പറയും ഇവൻ എന്ത് കഴിച്ചാലും തടിക്ക് പിടിക്കില്ലെന്ന്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു നമ്മൾ കേട്ട് അങ്ങനെ ഒരു ശീലം വരുന്നതുകൊണ്ട് പലപ്പോഴും ഇതിന്റെ സിംറ്റംസ്, ഇതിന്റെ ലക്ഷണങ്ങൾ മറ്റു പലതുമായിട്ട് നമ്മൾ കൺഫ്യൂസ് ആവും, അല്ലെങ്കിൽ അതിനെ നെഗ്ലക്ട് ചെയ്യും. അപ്പോ ഈ ഹൈപ്പോതൈറോയിഡിസം ആണ് സാധാരണഗതിയിൽ ആളുകളിൽ വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. 10 പുരുഷന്മാരിൽ ഒരു തൈറോയിഡ് ഹൈപ്പോതൈറോയിഡിസം പ്രശ്നം ഉണ്ടെങ്കിൽ നേരെ ഇരട്ടിയാണ് സ്ത്രീകളുടെ കാര്യത്തിൽ. ഓക്കെ, അതുപോലെ തന്നെ ഹൈപ്പർ തൈറോയിഡിസം പൊതുവെ കാണുന്നത് കുറവാണ്. ആ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒത്തിരി ഞാനങ്ങ് പറയുന്നില്ല, ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കാം. നമുക്ക് വെയിറ്റ് ലോസ് അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ, വളരെ പെട്ടെന്ന് വെയിറ്റ് കുറയുന്ന അവസ്ഥ അല്ലെങ്കിൽ വെയിറ്റ് കൂടുന്ന അവസ്ഥ ഹൈപ്പർ തൈറോയിഡിസത്തിനും കാണാം. അതുപോലെ തന്നെ പീരിയഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. സ്വെറ്റിങ് വളരെ കൂടും, മെറ്റബോളിസം അവർക്ക് കുറച്ച് കൂടുതലായിരിക്കും. മെറ്റബോളിസം കൂടുന്നത് കൊണ്ട് എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മീൻസ് അവർക്ക് എപ്പോഴും ഫാൻ ഓൺ ആക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മുടെ നഖമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. നെർവസ്നെസ്സും ആങ്സൈറ്റിയും അവർക്ക് കൂടുതലായിരിക്കും. എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് വരുമ്പോഴേക്ക് തന്നെ അവർ വളരെ ആൻഷ്യസ് ആവും. അതുപോലെ തന്നെ മസിൽ വീക്ക്നെസ് ഉണ്ടാവാം. ഈ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഹൈപ്പർ തൈറോയിഡിസം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഹേർട്ട് ബീറ്റ്, ഹേർട്ട് റേറ്റ് ഒക്കെ കുറച്ച് കൂടുതലും ഉണ്ടാവാറുണ്ട്. ഡയറിയ അല്ലെങ്കിൽ ലൂസ് മോഷൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഈ ഹൈപ്പർ തൈറോയിഡിസം വിഭാഗത്തിൽ കൂടുതലാണ്. ഇതൊക്കെ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ തൈറോയിഡ് കൂടുതൽ വർക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് തന്നെ അവരുടെ സിസ്റ്റം ടോട്ടലായിട്ട് വർക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഡയറി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു മൂവ്മെന്റ് ഇല്ലേ, പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് വഴിയാണ് ഭക്ഷണം ഈ ഒരു ഡൈജസ്റ്റീവ് ട്രാക്കിനകത്തൂടെ പോകുന്നത്. ഈ പെരിസ്റ്റാൾസിസിനെ കൂടുതലാക്കുന്ന ഒരു സാധനമാണ് തൈറോയിഡ് ഹോർമോൺ. അപ്പോ ഈ ഹോർമോണിന്റെ അളവ് കൂടുമ്പോൾ എന്ത് ചെയ്യും, മൂവ്മെന്റ് കൂടും. അതുകൊണ്ട് തന്നെ അബ്സോർപ്ഷൻ ഒരുപക്ഷെ ശരിയായിട്ട് നടക്കില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വെയിറ്റ് കുറയും. അതുപോലെ തന്നെ അവരിലേക്ക് ന്യൂട്രിയൻസ് വേണ്ടത്ര അളവിൽ എത്തില്ലെങ്കിൽ ചിലപ്പോൾ ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് പ്രോബ്ലംസ് ഇടയ്ക്കിടയ്ക്ക് വരും. ഇതിനു വേണ്ടിയിട്ട് ഹേർട്ട് ബീറ്റ് കൂടേണ്ടി വരും. പോരാത്തതിന് മോഷൻ കൂടുതലായിരിക്കും. ഓക്കെ, ജസ്റ്റ് ഇതിന്റെ റിവേഴ്സ് ഒന്ന് ചിന്തിച്ച് നോക്കിയേ. പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്ന മൂവ്മെന്റ് കറക്റ്റ് ആയിട്ട് നടക്കുന്നില്ലെങ്കിൽ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ ഫുഡ് ട്രാക്റ്റിലൂടെ അത് വളരെ സ്മൂത്ത് ആയിട്ട് പോവില്ല. അപ്പൊ ഉണ്ടാവുന്ന ഒരു നോർമൽ ലക്ഷണമാണ് കോൺസ്റ്റിപ്പേഷൻ. ഓക്കെ, അതുപോലെ തന്നെ മുടിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഡിപ്രഷൻ, നേരത്തെ ഞാൻ ആൻസൈറ്റി ആണ് പറഞ്ഞതെങ്കിൽ ഇവർക്ക് മൂഡ് ഒരു സാഡ് മൂഡിലായിരിക്കും മാക്സിമം ഉണ്ടാവുക. ഈവൻ ഇറിറ്റേഷൻ പെട്ടെന്ന് വരാം. പൊതുവെ അവരുടെ മെറ്റബോളിസം കുറയുമ്പോൾ അവർക്ക് എനർജി ലെവൽ കുറയും. ഈവൻ ഉറങ്ങിക്കഴിഞ്ഞാലും ക്ഷീണം മാറാത്ത ഒരു അവസ്ഥ ഉണ്ടാവാം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും ഒരു പക്ഷെ കഴിക്കാത്ത ഒരു തോന്നൽ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർക്ക് തടി കൂടാം. ഈ തടി കൂടുന്നതുകൊണ്ട് മെറ്റബോളിസം ടോട്ടലി കുറവാണ്. അപ്പൊ തടി കൂടുന്നത് കൊണ്ട് അവർ ഭക്ഷണത്തിന്റെ അളവ് കുറക്കും, പിന്നെയും തടി കൂടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് പാറ്റേണിലേക്കാണ് പോവുക. അവർക്ക് ഒട്ടും തണുപ്പ് ഏൽക്കാനും പറ്റുന്നില്ല. അങ്ങനെയുള്ളൊരു കണ്ടീഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈവൻ ചൂട് ക്ലൈമറ്റിൽ പോലും അവരൊരു പക്ഷേ മൂടി പുതച്ച് കിടന്നുറങ്ങാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും.
ലേഡീസിന് പ്രത്യേകിച്ചും പീരിയഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഇതിൽ വരുന്നുണ്ട്. ഇറഗുലർ പീരിയഡ്സ് അല്ലെങ്കിൽ അവരുടെ ബ്ലീഡിങ് സൈക്കിൾ വളരെ കൂടുക, ഹെവി ബ്ലീഡിങ് ആവുക, പെയിൻഫുൾ ആവുക, മസിൽ പെയിൻ വളരെ കൂടുക. ഒരുപക്ഷെ ഈവൻ തൊട്ട് കഴിഞ്ഞാൽ പോലും നമ്മളൊന്ന് വെറുതെ കൈ കൊടുത്തു കഴിഞ്ഞാൽ പോലും അയ്യോ എന്ന് പറഞ്ഞിട്ട് കൈക്ക് വേദന കൂടി എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെയുള്ളതൊക്കെ ഇവർക്ക് ഉണ്ടാവാം. പോരാത്തതിന് എല്ലുകൾക്ക് ബലം കുറയുക, എല്ലുകളും മസിലുകളുമായിട്ടുള്ള ഒരു കണക്ഷൻ പ്രോപ്പർ ആയിട്ട് ഇല്ലാതിരിക്കുക, സന്ധികളിലൊക്കെ വേദന വരിക, ഇങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഈ ഒരു ഹൈപ്പോ തൈറോയിഡിസം കേസിൽ ഉണ്ടാവുന്നുണ്ട്. ഇതിൽ എല്ലാത്തിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കേസിലും അതിന്റെ കൃത്യമായിട്ടുള്ള റീസൺസ് ഈ മെറ്റബോളിസമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ T4ഉം T3യും ഹോർമോണുകൾക്ക് അവരുടേതായിട്ടുള്ള റോൾ ഉണ്ട്. ഓക്കെ, നോർമലി പറയുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ബ്രെയിൻ ഫോഗിങ് ആണ്. ബ്രെയിൻ ഫോഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടെങ്കിലും അതിനൊരു മങ്ങലാണ്, ക്ലാരിറ്റി കുറവാണ്. ഈ ക്ലാരിറ്റി എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? ഈവൻ നമ്മുടെ കോഗ്നിറ്റീവ് എബിലിറ്റി മൊത്തമായിട്ട് കുറയുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ സ്റ്റൊമക്ക് ആസിഡ് കുറയുന്നത് ഇതിലൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. ഈ സ്റ്റൊമക്ക് ആസിഡ് കുറയുമ്പോൾ ആസിഡിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് വരും. ആസിഡ് കുറയുമ്പോൾ ആസിഡിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വരും. അതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ഒരുപക്ഷെ ആന്റാസിഡ് പോലെയുള്ള മരുന്നുകൾ ഉപയോഗിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും. മൊത്തത്തിൽ നമ്മുടെ ആക്സലറേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ബൈക്കോ അല്ലെങ്കിൽ കാറോ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആക്സലറേഷൻ ആയിട്ട് നമുക്ക് ഈ ഹോർമോണിനെ പറയാൻ പറ്റുമെങ്കിൽ ആക്സലറേഷൻ വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ സ്പീഡ് മൊത്തത്തിലൊന്ന് കുറയും. അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യണമെന്ന് വിചാരിച്ച പണി രാവിലെ മുതൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചു വെച്ചിട്ടുണ്ടാവും, പക്ഷെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു കുറ്റബോധത്തോട് കൂടിയിട്ട് നമ്മൾ രാത്രി കിടന്നുറങ്ങാൻ പോകും. ഇത് ഒരു കണ്ടിന്യൂസ് സൈക്കിൾ 1-2 ദിവസത്തേക്കാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഇതൊരു കണ്ടിന്യൂസ് കുറെ ദിവസങ്ങളിലേക്ക് ഇങ്ങനെ ആകുമ്പോഴോ നമുക്ക് ഇറിറ്റേഷനും മറ്റു പ്രശ്നങ്ങളും കൂടുതലാവും. ഓക്കെ, ഈവൻ ഫ്ലൂയിഡ് റിട്ടൻഷൻ എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. കാരണം നമുക്ക് സ്വെറ്റിങ്ങോ മറ്റു കാര്യങ്ങളോ വേണ്ട രീതിയിൽ നടക്കുന്നില്ല എന്നുള്ളത് അതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ മുടി കൊഴിച്ചില്, മുടിയുടെ തിക്നെസ് കുറയുക, അതുപോലെ തന്നെ ബ്രിട്ടിലാവുക, പൊട്ടിപ്പോകുന്ന രീതിയിലേക്ക് എത്തുക, ഈവൻ നഖം പൊട്ടിപ്പോവുക, നഖത്തിന് ക്രാക്ക് വരിക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും ഈ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാവാറുണ്ട്. ഓക്കെ, സോ നമുക്ക് ഈ തൈറോയിഡ് ഉണ്ടോ എനിക്കും എന്നുള്ളത് സോൾവ് ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതില് പ്രധാനമായിട്ട് ഞാൻ പറയാ, ഒന്ന് സെൽഫ് അസസ്മെന്റ് ആണ്. നമുക്ക് തന്നെ കുറെ കാര്യങ്ങൾ അസസ് ചെയ്യാൻ പറ്റും. നമ്മുടെ കാര്യത്തിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ എങ്ങനെ ഓരോ കാര്യങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാനം. ഈ ഇതില് കുറച്ച് ചോദ്യങ്ങൾ, ഇത് ഞാൻ B4 Wellness എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിലും ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ എടുത്തു മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചു നോക്കാം. വരണ്ട ചർമ്മമാണോ പൊതുവേ ഉള്ളത്? തൊലി വരണ്ടിട്ടാണോ? അതുപോലെ തന്നെ നഖങ്ങൾ കട്ടി കൂടുതലാണോ? അതുപോലെ തന്നെ പുരികങ്ങളുടെ അറ്റത്തേക്ക് പോകുമ്പോൾ അത് കനം കുറഞ്ഞു പോകുന്നുണ്ടോ? അതുപോലെ തന്നെ ശരീരഭാരം കൂടി വരാൻ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ട് കൂടുതൽ ഉണ്ടാവുന്നുണ്ടോ? ഡിപ്രഷൻ ഉണ്ടോ? അതുപോലെ ഉത്കണ്ഠ വളരെ കൂടുതലായിട്ടുണ്ടോ? കൈകളും കാലുകളും ഒക്കെ തണുത്തിട്ടാണോ പൊതുവെ ഉണ്ടാവുന്നത്? നമ്മുടെ ബോഡി ടെമ്പറേച്ചർ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് അത് വളരെ കുറഞ്ഞിട്ടാണോ? 97.8 ഫാരൻഹീറ്റിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ അതിലും താഴെയാണോ പൊതുവെ ഉണ്ടാവുന്നത്? ഇത് ബോഡി ടെമ്പറേച്ചർ ആണ് നോക്കേണ്ടത്, നാവിനടിയിൽ വെച്ചിട്ടല്ല. ബോഡിയിൽ പ്രത്യേകിച്ച് നമ്മുടെ കക്ഷത്തിലൊക്കെ തെർമോമീറ്റർ വെച്ചിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മസിൽ പെയിൻ വളരെ കൂടുതലുണ്ടോ? ക്ഷീണമുണ്ടോ? ആർത്തവ രക്തസ്രാവം വളരെ കൂടുതലാണോ? അതുപോലെ തന്നെ മെനോപോസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബുദ്ധിമുട്ട് കൂടുതലുണ്ടോ? പിന്നെ വന്ധ്യതയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി റിലേറ്റഡ് ഇഷ്യൂസ് കൂടുതലുണ്ടോ? പൊതുവെ സെക്സ് ഡ്രൈവ്, സെക്ഷൽ ആക്ഷൻസും അല്ലെങ്കിൽ ആ ഒരു ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് താല്പര്യം തോന്നാതിരിക്കുന്നുണ്ടോ? അതുപോലെ ഫ്ലൂയിഡ് റിട്ടൻഷനും അതുകൊണ്ടുണ്ടാവുന്ന മറ്റു ബുദ്ധിമുട്ടും, വീക്കം എന്ന് പൊതുവെ പറയാം, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു കാര്യം മനസ്സിലാവും. കാല് വീങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ കൈ വീങ്ങിയിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ നമുക്കത് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ക്ഷീണം കൂടുതലുണ്ടോ? കൊളസ്ട്രോളിന്റെ അളവ് കൂടുന്നുണ്ടോ? ഈവൻ ഓർമ്മക്കുറവ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കുറയുന്നുണ്ടോ? പിന്നെ കോൺസ്റ്റിപ്പേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓട്ടോ ഇമ്മ്യൂൺ രോഗം എന്തെങ്കിലും നേരത്തെ ഉണ്ടായിട്ടുണ്ടോ? കാരണം ഓട്ടോ ഇമ്മ്യൂൺ രോഗമുള്ളവർക്ക്, ഒരു രോഗമുള്ളവർക്ക് മറ്റു തരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതെന്താണെന്ന് ഞാൻ അടുത്ത സ്ലൈഡിൽ കാണിച്ചു തരാം. വേറെ എന്തെങ്കിലും റേഡിയേഷൻ ചികിത്സകൾ നിങ്ങൾ ഓൾറെഡി എടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ടോക്സിൻസ്, അങ്ങനെയുള്ള ടോക്സിൻസ് വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലാണോ നിങ്ങൾ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ താമസിക്കുന്നത്? കൂടാതെ ജനറ്റിക് റിലേറ്റഡ് ആയിട്ട് ഓൾറെഡി അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇങ്ങനെയുള്ള ഇഷ്യൂസ് കൂടുതലുണ്ടോ? ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതിനുള്ള സാധ്യതയുണ്ട്. ക്ലോറിനേറ്റഡ് വെള്ളമാണോ പൊതുവെ കുടിക്കാൻ ഉപയോഗിക്കുന്നത്?
അതുപോലെ ഫ്ലൂറൈഡ് വെള്ളം അല്ലെങ്കിൽ ഫ്ലൂറൈഡ് പേസ്റ്റ്, കൂടുതൽ ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുള്ള പേസ്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ടോ? ഇതൊക്കെ ആണെങ്കിലും അതുപോലെ ഈവൻ ഡെന്റൽ അമാൽഗം ഫിറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാര് ഒക്കെ സിൽവർ അമാൽഗം ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പല്ല് അടക്കുക എന്ന് പറയില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തവർക്കും ഈ ഒരു ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. രക്തസമ്മർദ്ദവും ഹൃദയമിടിപ്പും കുറവാണോ? ഇത്രയും കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ എത്ര എണ്ണം യെസ് ഓർ നോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ എടുക്കുന്ന സമയത്ത് എത്ര എണ്ണം വരെ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. അതിലൊരു 3-4 എണ്ണമൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് തൈറോയിഡ് വരാനുള്ള സാധ്യതയുണ്ട്. ഓൾറെഡി ഉണ്ട് അല്ലെങ്കിൽ സാധ്യതയുണ്ട്. 4-ൽ കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. 1-2 ഒക്കെ ആണെങ്കിൽ ഒരുപാട് അങ്ങനെ ബുദ്ധിമുട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിന് ശേഷം പിന്നെ നമ്മൾ എന്താ ചെയ്യുക? ലാബ് ടെസ്റ്റിലേക്ക് പോലെ. ഈ ലാബ് ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന ഒന്നാണ് TFT. സോൾവിങ് TFT എന്നല്ല ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഈ TFT എന്ന് പറയുന്നത് തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ആണ്. തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റിൽ സാധാരണഗതിയിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ TSH, T4, T3 ഇതാണ്. പക്ഷെ ഇത് മാത്രമല്ല നമ്മുടെ തൈറോയിഡ് ടെസ്റ്റ്. ഒരുപക്ഷെ ഇതല്ല നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്. TSH അൾട്രാ സെൻസിറ്റീവ് TSH ആണ് നമ്മൾ നോക്കേണ്ടത്. നോർമൽ TSHന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.5 മുതൽ 5.5 വരെയാണെന്നാണ് കണക്കാക്കുന്നത്. എനിവേ അൾട്രാ സെൻസിറ്റീവ് TSH എടുക്കുന്ന സമയത്ത് ഇതാണ് കൂടുതൽ ആയിട്ട് തൈറോയിഡിനെ സ്വാധീനിക്കുന്നത്. സോ തൈറോയിഡ് ഗ്ലാൻഡിനെ. അപ്പൊ ആ അൾട്രാ സെൻസിറ്റീവ് നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൽ ഒരു 1.3 to 3 ആണ് സാധാരണഗതിയിലുള്ള അതിന്റെ റീഡിങ്. അതേ സമയത്ത് നമ്മളത് കുറച്ചുകൂടി എന്താ താഴെ ലെവലില് ബിലോ ഓപ്റ്റിമലും അല്ലെങ്കിൽ എബോ സ്റ്റാൻഡേർഡും ഒക്കെ പോവുകയാണെങ്കിൽ ഒരു 0.3 to 20 വരെയൊക്കെ അത് പോകുന്ന ആൾക്കാരുണ്ട്. അതുപോലെ T4ന്റെ ടെസ്റ്റ് റിസൾട്ട് നോക്കുകയാണെങ്കിൽ 6.0 to 11.9 ആണ് ഓപ്റ്റിമൽ ലെവൽ എന്ന് പറയാം. പ്രീ T4 നോക്കിക്കഴിഞ്ഞാൽ 1.0 to 1.5 ആണ്. അത് PG, NG രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ. അളവിലൊക്കെ വ്യത്യാസം വരും. അപ്പൊ PG എന്ന് പറയുന്നത് പൈക്കോലാണ് വരിക, മൈക്രോയില് MG വരും, മ്യൂ അളവിലാണ്. ഓക്കെ, ഇതിന്റെ റീഡിങ് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൈറോയിഡ് എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡ് T4 എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം എന്നില്ല. അതിൽ T4 എന്ന ഹോർമോൺ അതിനോട് ഓൾറെഡി ഒരു പ്രോട്ടീൻ കോമ്പിനേഷൻ ആയിട്ടാണ് വരിക. ഈ പ്രോട്ടീൻ കോമ്പിനേഷന് ആദ്യം പ്രോട്ടീൻ മാറി നിൽക്കണം. അങ്ങനെ ആകുമ്പോഴത് ഫ്രീ തൈറോയിഡ് ആവും. ഈ ഫ്രീ തൈറോയിഡിന്ന് ഫ്രീ T4 ആവും. ഈ ഫ്രീ T4 ഒരു അയോഡിൻ ഡീഅയോഡിനൈസ് വന്നിട്ട് അതിൽ നിന്ന് മാറ്റി നിർത്തണം. അപ്പോഴിതെന്താവും? T3 ആവും. ഈ T3 എഗെയിൻ പ്രോട്ടീൻ കോമ്പിനേഷനോടെ ആയിരിക്കും. ഈ പ്രോട്ടീൻ മാറ്റി നിൽക്കുമ്പോൾ അത് ഫ്രീ T3 ആവും. അപ്പോഴാണ് അത് ബയോ ആക്റ്റീവ് ഫോം ആവുന്നത്. ഈ ആക്റ്റീവ് ഫോം എത്തിക്കഴിഞ്ഞാൽ മാത്രമേ കോശങ്ങൾക്ക് ഇത് ഡിറ്റക്ട് ചെയ്യാനും അതിന് മെറ്റബോളിസത്തിൽ ഏർപ്പെടാനും പറ്റുള്ളൂ. ഉപാപചയ പ്രവർത്തനങ്ങളിൽ ഒരു കോശത്തിന് ഏർപ്പെടാൻ പറ്റണമെങ്കിൽ അത് ഫ്രീ T3യുടെ സഹായത്തോട് കൂടിയിട്ട് മാത്രമേ പറ്റൂ. ഓക്കെ, ഇത് മാത്രമല്ല ടെസ്റ്റിൽ പിന്നെ നമുക്ക് ഈ ഡീഅയോഡിനൈസ് എൻസൈം പറഞ്ഞില്ലേ, ഇതുപോലെയുള്ള എൻസൈമിന്റെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ ഒരു ടെസ്റ്റ് വരുന്നത് anti-TPO ആണ്. anti-TPO എൻസൈമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ അതിന്റെ ആന്റിബോഡിയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. എന്തിനാ അത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈറോയിഡ് ഗ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആന്റിബോഡീസിന്റെ അളവ് നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. എന്തിനാ ശരീരം ആന്റിബോഡി ഉണ്ടാക്കുന്നത്? ആന്റിബോഡി ഉണ്ടാക്കുന്നത് ഏതെങ്കിലും ഒരു ഫോറിൻ ഒബ്ജക്റ്റ് ശരീരത്തിലേക്ക് വരുന്ന സമയത്ത് അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടാക്കുന്ന ഒരു മെത്തഡാണ്. ഈ ആന്റിബോഡീസ് അളവ് കൂടുന്ന സമയത്ത് ഓക്കെ ആയിരിക്കും, കാരണം അത് ഫോറിൻ ബോഡീസിനെ ഒന്നും നമ്മുടെ ശരീരത്തിലേക്ക് സ്വാധീനിക്കാൻ വിടില്ല. അതേ സമയത്ത് ഈ ഫോറിൻ സബ്സ്റ്റൻസിനെ നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന ഹോർമോണുകളുടെയോ അല്ലെങ്കിൽ തൈറോയിഡ് ഗ്ലാൻഡിലെ കോശങ്ങളുടെയോ ഒക്കെ അതിന് വേണ്ട പല തരത്തിലുള്ള കോമ്പിനേഷൻസും ഇല്ലേ, പ്രോട്ടീൻ അതുപോലെ തന്നെ മൈക്രോ മിനറൽസിന്റെ ഒക്കെ കോമ്പിനേഷൻസ് ഇല്ലേ, ഇതുമായിട്ട് ബന്ധമുള്ള ഏതെങ്കിലും ഒരു ഫോറിൻ സബ്സ്റ്റൻസ് ആണ് വരുന്നതെങ്കിലോ, ഉദാഹരണത്തിന് ഞാൻ നേരത്തെ ക്ലോറിൻ വെള്ളത്തിനെ പറ്റി സൂചിപ്പിച്ചു. അയോഡിൻ, ക്ലോറിൻ, ഫ്ലൂറിൻ ഇതൊക്കെ നമ്മുടെ കെമിസ്ട്രിയിലെ പീരിയോഡിക് ടേബിളിലെ അവസാനത്തെ സെക്കൻഡ് എന്താ പറയുക, ഒരു ഇലക്ട്രോൺ കുറവായിട്ടുള്ള ഷെല്ലുകൾ ഉള്ള സാധനങ്ങളാണ് ഈ ഫ്ലോറിൻ, ക്ലോറിൻ അതുപോലെ തന്നെ അയോഡിൻ ഒക്കെ വരുന്നത്. അപ്പൊ ഇതില് ഈ അയോഡിൻ ഇരിക്കേണ്ട സ്ഥലത്ത് വേണമെങ്കിൽ ക്ലോറിന് പോയിട്ടിരിക്കാം. അത് നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിന് ഇഷ്ടാവോ? ഇല്ല. അപ്പോ അതിന് ഓപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്മ്യൂൺ സിസ്റ്റം ചിലപ്പോൾ വർക്ക് ചെയ്യും. അതുപോലെ തന്നെ ചില പ്രോട്ടീൻ ഉണ്ട്,
ഗ്ലൂട്ടൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഒക്കെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് സെൻസിറ്റിവിറ്റി ഉണ്ടാക്കും. ഈ സെൻസിറ്റിവിറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം അതിനെതിരെ ആന്റിബോഡി ഉണ്ടാക്കും. അപ്പോഴാണ് ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റിയും ഗ്ലൂട്ടൻ അലർജിയൊക്കെ ഉണ്ടാവുന്നത്. പക്ഷെ ഇതേ കോമ്പിനേഷൻ ഒരുപക്ഷെ നമ്മുടെ തൈറോയിഡിന്റെ ഹോർമോണിന്റെ കോമ്പിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നാലോ? നമ്മുടെ ഗ്ലൂട്ടൻ ഇല്ലെങ്കിലും ശരീരം പറയും, അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റം പറയും, നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോഴും ഗ്ലൂട്ടനെ പോലെയുള്ള എന്തോ ഒന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് ഞാൻ ആന്റിബോഡി ഉണ്ടാക്കുന്നു. അങ്ങനെയുള്ള ചില ആന്റിബോഡീസ് ആണ് ആന്റി TPO ഒക്കെ പറയുന്നത്. ഈവൻ TSH റിസപ്റ്ററിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആന്റിബോഡിയും ഉണ്ട്, തൈറോയിഡ് ഗ്ലാൻഡിൽ വർക്ക് ചെയ്യുന്ന. ഓക്കെ, അതുപോലെ തന്നെ TG, തൈറോയിഡ് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലൊക്കെ TG, തൈറോഗ്ലോബുലിൻ ടെസ്റ്റ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു പസിലില് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ആയി നമ്മുടെ എന്തൊക്കെയാണ് നമ്മുടെ സിംറ്റംസ് വരുന്നത് അത് നമുക്ക് ചെക്ക് ചെയ്യാം. അതുകൂടാതെ ബേസൽ ബോഡി ടെമ്പറേച്ചർ നമുക്ക് അത് ചെക്ക് ചെയ്യാം. അത് നോർമൽ ആൾക്കാരിൽ ഏത് ദിവസം വേണമെങ്കിലും എഴുന്നേറ്റ ഉടനെ, കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കക്ഷത്തിൽ ഈ ഒരു തെർമോമീറ്റർ വെച്ചിട്ട്, നോർമൽ തെർമോമീറ്റർ ആണ്, തെർമോമീറ്റർ വെച്ചിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്ത്രീകളിലാണെങ്കിൽ പീരിയഡ്സിന്റെ 1, 2, 3 ദിവസങ്ങളാണ് ശരിക്കും ഇതിനെ നോക്കുക, അല്ലെങ്കിൽ ആദ്യത്തെ 7 ദിവസങ്ങൾ വെച്ചിട്ടാണ് ഇത് ചെക്ക് ചെയ്യുക, ബേസൽ ബോഡി ടെമ്പറേച്ചർ. അതുപോലെ മെറ്റബോളിക് റേറ്റ് ടെസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. മെറ്റബോളിക് റേറ്റ് ടെസ്റ്റിൽ സാധാരണ ഒരാളുടെ മെറ്റബോളിസം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അത് നോർമലി ഒരു 70 കിലോ ഉള്ള ഒരാൾക്ക് ഏകദേശം 1500 ഒക്കെയാണ് മെറ്റബോളിക് റേറ്റ് ഉണ്ടാവുക. ഈ ഒരു രീതിയിൽ നമുക്ക് മീൻസ് അപ്രോക്സിമേറ്റ്ലി അയാളുടെ വെയിറ്റ് ഇൻറ്റു അറൌണ്ട് 20 അല്ലെങ്കിൽ 25 ഒക്കെയാണ് വളരെ ആക്റ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ സ്പോർട്സ്മാൻ ഒക്കെ ആണെങ്കിൽ അവരുടെ മെറ്റബോളിസം കുറച്ച് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ മസിൽസിന്റെ അളവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഇതിന് മെറ്റബോളിസം മാറുന്നുണ്ട്. അപ്പൊ ശരീരത്തിൽ കൊഴുപ്പിന്റെ അളവാണ് കൂടുതൽ, അതുപോലെ തന്നെ മസിൽസിന്റെ അളവാണ് കൂടുതൽ. ഇത് നോക്കിയിട്ട് നമ്മുടെ മെറ്റബോളിസം നമുക്കൊന്ന് മനസ്സിലാക്കാനുണ്ട്. സോ ശരീര പ്രകൃതിക്ക് അനുസരിച്ച് അറൌണ്ട് 20, വെയിറ്റ് എത്രയാണോ വെയിറ്റ് ഇൻറ്റു അറൌണ്ട് 20 അല്ലെങ്കിൽ 25, ഇതിന് ഇടയിലാണ് നമ്മുടെ മെറ്റബോളിസം ഉണ്ടാവുന്നത്. അതുപോലെ തൈറോയിഡ് സ്കാൻ വേണമെങ്കിൽ ചെയ്യാം. റേഡിയോ ആക്റ്റീവ് കോമ്പണന്റ് ശരീരത്തിനകത്തേക്ക് തൈറോയിഡ് ഗ്ലാൻഡിലേക്ക് ഇഞ്ചെക്ട് ചെയ്തിട്ടൊക്കെ അതിന്റെ സ്കാനിങ് എടുക്കാം. അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ നമുക്ക് തൈറോയിഡ് ഗ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, ചിലപ്പോൾ നോഡ്യൂൾസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാവാം, തൈറോയിഡ് ഗ്ലാൻഡിനകത്തുള്ള കോശങ്ങളുടെ സ്വെല്ലിംഗ് വന്നിട്ട് അങ്ങനെയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അപ്പൊ ഈ ഒരു അവസ്ഥയിലൊക്കെ നമുക്ക് ആ ഒരു കണ്ടീഷൻ എന്താണെന്ന് കുറച്ചുകൂടി ക്ലിയർ ആക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓട്ടോഇമ്യൂൺ കണ്ടീഷനെ പറ്റിയിട്ടാണ് ഞാൻ കുറച്ച് നേരത്തെ സംസാരിച്ചത്. ഓട്ടോഇമ്യൂൺ കണ്ടീഷനിൽ പ്രധാനപ്പെട്ട 2 ഓട്ടോഇമ്യൂൺ കണ്ടീഷൻ, ഒന്നെന്ന് പറയുന്നത് ഹൈപ്പോ ആക്റ്റീവ് ആവുന്ന, അല്ലെങ്കിൽ ആക്ടിവിറ്റി അണ്ടർ ആക്റ്റീവ് ആവുന്ന തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതിന് ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്നാണ് പറയുന്നത്. നോർമലി തൈറോയിഡൈറ്റിസ് ഉള്ള, അല്ലെങ്കിൽ TSH ലെവൽ കൂടിയ ആൾക്കാരിൽ ഓൾമോസ്റ്റ് ഒരു 80% ആൾക്കാരിലും ഈ ഒരു ഇഷ്യൂ ഉണ്ട്. മീൻസ് ഓട്ടോഇമ്യൂൺ കണ്ടീഷൻ ആണ് പൊതുവെ അവരിൽ കാണിക്കുന്നത്. അപ്പൊ TPO ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയുന്നത് ഹൈപ്പർ ആക്റ്റീവ് ആവുന്ന അവസ്ഥയാണ്. തൈറോയിഡ് ഗ്ലാൻഡ് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ട് കൂടുതൽ തൈറോയിഡ് ഹോർമോൺസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ ഇതിനെ ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയും. പൊതുവെ ഗ്രേവ്സ് ഡിസീസ് വളരെ കുറച്ച് മാത്രമേ, ഈവൻ ഹൈപ്പർ തൈറോയിഡിസം തന്നെ കുറച്ചേ കാണുന്നുള്ളൂ. അപ്പൊ ഗ്രേവ് ഡിസീസ് അതിനേക്കാൾ കുറവാണെന്ന് മാത്രം മനസ്സിലാക്കാം. ഓക്കെ, ഇത്രയുമാണ് പ്രധാനപ്പെട്ട തൈറോയിഡിന്റെ സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഇത് മുതൽ ഇനിയിപ്പോ നമുക്ക് അടുത്ത ആഴ്ച കുറച്ചുകൂടി ഡീറ്റെയിലേക്ക് പോവാം. എന്താണ് ഡീറ്റെയിൽസിൽ നമുക്ക് അറിയേണ്ടത്? എന്തൊരു ആരോഗ്യത്തിനും നമുക്കൊരു പക്ഷെ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോ കാരണങ്ങൾ അറിയാം, അതുപോലെ തന്നെ പരിഹാരവും. ഈ കാരണങ്ങളും പരിഹാരവും വെച്ചിട്ട് വേണം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു പോകാൻ. അതുപോലെ തന്നെ കുറച്ച് ചോദ്യങ്ങളും ഒക്കെ ഉണ്ടാവും, എനിക്കറിയാം. പല ആൾക്കാർക്കും പല സംശയങ്ങൾ ഉണ്ടാവും. പക്ഷെ ആ സംശയങ്ങളും ഒരുപക്ഷെ കംപ്ലീറ്റ് ആവുന്നത് അടുത്ത ഒരു സെഷൻ കൂടി കഴിയുമ്പോഴായിരിക്കും, അല്ലെ? സോ ഇന്നത്തേക്ക് ഇത്രയും കൊണ്ട് നിർത്താം. താങ്ക് യു.